നമുക്കിന്ന് 9th ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനസംഖ്യകൾ അഥവാ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെ, ചില ആൾക്കാരൊക്കെ നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ഉണ്ടാവും. ഒന്നും പ്രശ്നമല്ല, ഇന്നത്തെ നമ്മളെ ക്ലാസ് കണ്ടാൽ എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസ് എങ്ങനെ വരുന്നത്, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിലെ ഫുൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടെ എന്ത് ചെയ്യാ, എല്ലാവരും സാറിന്റെ കൂടെ തന്നെ നിന്നാ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഇതിന്റെ ആൻസേഴ്സ് പറയാൻ വേണ്ടിയിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പൊ ചാപ്റ്റർ 7 ന്യൂനസംഖ്യകൾ, നെഗറ്റീവ് നമ്പേഴ്സ്. എന്താണ് ഈ നെഗറ്റീവ് നമ്പേഴ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് അറിയണ്ടേ? പോസിറ്റീവിന്റെ അല്ലെ, നെഗറ്റീവ് അറിയണമെന്നുണ്ടെങ്കിൽ അഥവാ ന്യൂനസംഖ്യകൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിസംഖ്യകൾ പോസിറ്റീവ് നമ്പേഴ്സ് അറിയണം. അപ്പൊ നമുക്ക് എന്താണ് ന്യൂനസംഖ്യകൾ എന്നും എന്താണ് പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് നോക്കിയാലോ? ഓക്കെ, നോക്കടാ. ആദ്യം ഞാൻ ഇവിടെ ഒരു നമ്പർ ലൈൻ വരച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം നമ്പർ ലൈൻ. ഓക്കെ, ഇവിടെ നമ്പർ ലൈൻ ശ്രദ്ധിച്ചോ നിങ്ങൾ? 0 അല്ലെ, നമ്പർ ലൈനിന്റെ സെന്റർ നമുക്കൊരു ഒറിജിൻ ആയിക്കാണ്ട് 0 എടുക്കാം. 0 ഇങ്ങോട്ട് ഇതാ ഒരു ബ്ലൂ ലൈനിൽ കൊടുത്തിട്ടുണ്ട്, ഇങ്ങോട്ട് റെഡിലും കൊടുത്തിട്ടുണ്ട്. 0ന്റെ ഇങ്ങോട്ട് 1 2 3 4 5 6 എക്സെട്ര അങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങോട്ട് -1 -2 -3 അങ്ങനെ പോകുന്നുണ്ട്. നമുക്കറിയാം 0 അല്ലെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോസിറ്റീവ് നമ്പേഴ്സ്. എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ് അഥവാ അതിസംഖ്യ. അതിസംഖ്യകളാണ് മുകളിലോട്ട് പോകുന്നത്. 0ന്റെ വലത്തെ സൈഡിലേക്ക് പോകുന്ന ഏതാ? അതിസംഖ്യകളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറയടാ, 0ന്റെ ഇടത്തെ സൈഡിലേക്ക് പോകുന്ന ഏതായിരിക്കും? നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും അല്ലെ. നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകൾ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന നെഗറ്റീവും പോസിറ്റീവും അടുത്തടുത്ത് വന്നാൽ എന്ത് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ്. ഇത് എങ്ങനെ കൂട്ടും, എങ്ങനെ എന്ത് ചെയ്യും, കുറക്കും, സബ്സ്ട്രാക്ഷനും അഡീഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ള ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും സാർ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾ സാറിന്റെ കൂടെ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് നിൽക്കണം. നിൽക്കൂലേ? ഓക്കെ, അങ്ങനെയാണ്. നോക്കടാ, -x + y = y - x ആണ്. എന്താ ഈ പറഞ്ഞത്? എന്താണ് ഈ പറഞ്ഞിട്ടുള്ളത്? അതായത് ഇവിടെ സാർ ഒരു നമ്പർ എടുത്തു. ഓക്കെ, ഒരു -2 + 3. ഇത് പറഞ്ഞാൽ എന്താ അറിയോ? എന്താണ്? തിരിച്ച് 3ന്ന് 2 കുറച്ചതാണ് എന്നാ പറഞ്ഞു. എടാ നോക്കടാ, -5 + 10 എന്ന് പറഞ്ഞ 10ന്ന് 5 കുറച്ചത് 5 ആണ്. നോക്കടാ, -20 + 40 എന്ന് പറഞ്ഞ 40ന്ന് 20 കുറച്ചതാണ് 20 എന്നാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ സാറ് നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇവിടെ നോക്കടാ, ഡിഫറെന്റ് സൈനാ വന്നിട്ടുള്ളത്. എന്താണ് വന്നിട്ടുള്ളത്? ഡിഫറെന്റ് സൈനാ അല്ലെ. ഒരു പ്ലസും വന്നിട്ടുണ്ട്, ഒരു മൈനസും വന്നിട്ടുണ്ട്. പ്ലസും മൈനസും വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്ന നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, വലുതെന്ന് ചെറുത് കുറയ്ക്കുക, വലിയ നമ്പറിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിന്റെ ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി. വലിയ നമ്പറിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിന്റെ. ഇപ്പൊ നോക്കടാ, ഞാനിപ്പോ ഇവിടെ ഒരു 5 - 10, ഏതൊരു നമ്പറിന്റെ ചിഹ്നവും അതിന്റെ മുകളിലാണ് അല്ലെ, അതിന്റെ മുമ്പിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ 5ന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ പ്ലസ് അല്ലേ. +5ന്ന് -10 കുറച്ചാൽ എന്താ കിട്ടുക? നമുക്കറിയാം വ്യത്യസ്ത ചിഹ്നങ്ങൾ. ഞാനിവിടെ അതിന്റെ കോഡാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുതരാം. ദീദി. എന്താ ദീദി പറഞ്ഞാൽ? ഡിഫറെന്റ് അല്ലെ, വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാൽ മൈനസ്. ദീദി മൈനസ്, മറക്കരുതേ, ദീദി മൈനസ്. ഓക്കെ, ദീദി മൈനസിനോട് ബോക്സ് ആയി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കണം, വ്യത്യസ്ത ചിഹ്നങ്ങൾ വരുമ്പോ 5ന്ന് 10 കുറച്ചാത്രേ? 5ന്ന് 10 കുറക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ വലുതെന്ന് ചെറുത് കുറക്കും. 10ന്ന് 5 കുറച്ചാൽ 5. എന്നിട്ട് വലിയ നമ്പറിന്റെ ചിഹ്നം ഏതാ നോക്കും. വലിയ നമ്പറിന്റെ ചിഹ്നം ഏതാ? മൈനസ്. -5. നോക്കടാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് നോക്കിയാലോ? നോക്കല്ലേ. ഇപ്പൊ ഇവിടെ നോക്കാം, നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും സാധാരണ 10 - 5 എന്ന് പറഞ്ഞ
5 ആണെന്ന് എല്ലാ കുട്ടികൾക്കും അറിയാലോ. ഇതെങ്ങനെ ചെയ്ത് നമ്മൾ? 10ന്റെ സൈൻ എന്താ? പ്ലസ് ആ. ഒരു പ്ലസും ഒരു മൈനസും അടുത്തടുത്ത് വന്നപ്പോ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുത്തേക്കാണ്. പ്ലസ് ആവുമ്പോ നമ്മൾ ഇട്ട് കൊടുക്കാറില്ല. ഇനി നേരെ തിരിച്ച് -5 + 10 ആണെങ്കിലോ, യെസ്, ഡിഫറെന്റ് സൈൻസ്. ദീദി വന്നാ എന്താ? മൈനസ്. വലുതിന്ന് ചെറുത് കുറക്കുക. 10ന്ന് 5 കുറച്ചാൽ 5. എന്നിട്ട് വലുതിന്റെ ചിഹ്നം എന്താ? പ്ലസ് ആണ്. അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കാറില്ല. ഇനി നോക്കടാ, 5 - 10. ഇതോ നോക്കിയാൽ നമുക്കറിയാം 5ന്റെ സൈന് പ്ലസ് ആണ്. ഡിഫറെന്റ് സൈൻ, വ്യത്യസ്ത ചിഹ്നങ്ങൾ വരുമ്പോ വലുതിന്ന് ചെറുത് കുറക്കും. 10ന്ന് 5 കുറച്ചാൽ 5. വലുതിന്റെ ചിഹ്നം എന്താ? ഏത് നമ്പറിന്റെ ചിഹ്നം അതിന്റെ മുമ്പിലാണ് കാണുക അല്ലെ? അപ്പൊ വലുതിന്റെ സൈന് മൈനസ് ആയതുകൊണ്ട് മൈനസ് കിട്ടുമല്ലോ. അപ്പൊ നോക്കണം, -10 + 5 പറഞ്ഞാൽ എന്തെന്നെ? ഇതെന്നെ സാധനം. വലുതിന്ന് ചെറുത് കുറക്കുക അല്ലെ? വ്യത്യസ്ത ചിഹ്നങ്ങൾ വരുമ്പോ വലുതിന്ന് ചെറുത് കുറക്കും. 10ന്ന് 5 കുറച്ചാൽ 5. എന്നിട്ട് എന്താടാ 10ന്റെ ചിഹ്നം? വലിയ നമ്പർ 10 അല്ലേ? എന്താ ചിഹ്നം? മൈനസ്. ഓക്കെ ആണല്ലോ. അപ്പൊ -100 + 200 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 200ന്ന് 100 കുറക്കും. അപ്പൊ എത്ര കിട്ടുക? 100. എന്നിട്ട് വലുതിന്റെ ചിഹ്നം എന്താ? പ്ലസ് ആണ്. ഇനി നോക്കണം, -200 + 100 ചെയ്താലോ, തിരിച്ച് ചെയ്താലോ, അപ്പോഴും വലുതിന് ചെറുത് കുറക്കുക. 100ന്ന് 200ന്ന് 100 കുറച്ചാൽ എത്ര? 200ന്ന് 100 കുറച്ചാൽ 100. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും വലുതിന്റെ ചിഹ്നം എന്താ, അത് ഇട്ട് കൊടുക്കും. അപ്പൊ ഇത് എന്ത് ചെയ്യാം? ഫസ്റ്റ് കാര്യം എല്ലാവർക്കും മനസ്സിലായിണ്ടാവും അല്ലെ? ഡിഫറെന്റ് വരുമ്പോ നമ്മൾ മൈനസ് ചെയ്യും. ദീദി മൈനസ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെയിം വന്നാലോ, സാം വന്നാലോ, നോക്കുക, ഒരേ സൈൻ അല്ലേ വന്ന്, ഒരേ സൈന് വരുമ്പോ ആഡ് ചെയ്യാന്നാണ്, കൂട്ടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരേ സൈന് വരുമ്പോ എന്താ? കൂട്ടുകയാണെന്നാണ്. നോക്കുക, നമുക്ക് ഒരേ സൈന് വരുമ്പോ എന്താ ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഇവിടെ -3 - 5 നിങ്ങൾ ശ്രദ്ധിച്ചോ? രണ്ട് നമ്പറിന്റെ സൈനും എന്താ? ഒരേ സൈനാ വന്നിട്ടുള്ളത്. ഒരേ സൈന് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും അറിയോ? -3 + 5. എന്താ ചെയ്യാ? -3 + 5. രണ്ട് നമ്പേഴ്സും ആഡ് ചെയ്യും. 3ഉം 5ഉം കൂട്ടിയാൽ 8. എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കും. നോക്കടാ, -9 - 2 രണ്ടും സെയിം നമ്പറാ. അപ്പൊ രണ്ട് അല്ലെ സെയിം സൈനാണ്. സെയിം സൈൻ ആവുമ്പോ അല്ലെങ്കിൽ ഒരേ ചിഹ്നമാകുമ്പോ നമ്മൾ എന്ത് ചെയ്യും? രണ്ടും കൂട്ടും. 9ഉം 2ഉം കൂട്ടിയാ എത്രേ? 11. എന്നിട്ട് ആ മൈനസ് ഇട്ട് കൊടുക്കും. അപ്പൊ നോക്കടാ, -10 - 10 പറഞ്ഞാൽ എന്താ? രണ്ടും ഒരേ ചിഹ്നാണല്ലോ. രണ്ടും ഒരേ ചിഹ്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടും. 10ഉം 10ഉം 20. എന്നിട്ട് ആ ചിഹ്നം ഇട്ട് കൊടുക്കും. അപ്പൊ സാർ അതിന്റെ അല്ലെ, നമുക്ക് അതൊരു ജസ്റ്റ് ഒരു കോഡ് ആക്കിയിട്ട് മറക്കാക്കാൻ വേണ്ടി സാം സെയിം എന്തെങ്കിലും പ്ലസ്, സാം പ്ലസ്, ദീദി മൈനസ്. ഓക്കെ, സാം പ്ലസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇനി നോക്ക്, -100 എന്തെങ്കിലും രണ്ടും ആഡ് ചെയ്യും. ഒരേ സൈന് വന്നാൽ നമ്മൾ എന്താ സാധാരണ ചെയ്യല്? ആഡ് ചെയ്യും അല്ലെ? നമ്മളിത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ടാവും. ഇല്ല, അത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്ക്, 100 + 100 എന്താ? ഈ 100ന്റെ സൈൻ എന്താ? നേർക്ക് പ്ലസ് അല്ലേ? ഇതിന്റെ സൈൻ എന്താ? പ്ലസ് ആണ്. രണ്ടും ഒരേ സൈന് വന്ന് നമ്മൾ എന്താ ചെയ്യല്? സാധാരണ ആഡ് ചെയ്യും 200. എന്നിട്ട് അതിന്റെ സൈൻ ഇട്ട് കൊടുക്കും. അതാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, രണ്ടും ഒരേ സൈന് വരുമ്പോ എന്താ നമ്മൾ ചെയ്യാ? -3 - 3 ആഡ് ചെയ്യും, മൈനസ് ഇട്ട് കൊടുക്കും. ഇപ്പൊ നോക്ക്, 3 + 3 ആഡ് ചെയ്യും, പ്ലസ് ഇട്ട് കൊടുക്കും. ഇത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ -200 - 200 ആഡ് ചെയ്യും, മൈനസ് ഇട്ട് കൊടുക്കും. ഓക്കെ ആണല്ലോ, കൂട്ടും. അപ്പൊ -5 സാർ എന്തിനാ ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് ഇത് താറാവാൻ വേണ്ടിയിട്ടാ. റിപ്പീറ്റ് ആയിട്ട് കേൾക്കുമ്പോ നിങ്ങൾക്ക് ആ സംഭവം എന്ത് ചെയ്യില്ല, കയ്യിന്ന് പോവില്ല. അപ്പൊ -5 -10. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ പഠിച്ചത്. ഒന്ന് സാം പ്ലസ് അല്ലെ, സെയിം വരികയാണെങ്കിൽ പ്ലസ് ചെയ്യണം. ഇനിയോ ദീദി വന്നാൽ എന്ത് ചെയ്യും? മൈനസ്. ഡിഫറെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്യും വേണം. ഈ ഒരു ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യുക? മൈൻഡിൽ വെക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എല്ലാവർക്കും അടിപൊളിയായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും എന്നറിയാം. അങ്ങനെയാണ് ഈ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി ചെയ്യാൻ സിമ്പിൾ ആണല്ലോ, നമുക്കറിയാം.
6 - 10. 6ന്റെ സൈന് ഇവിടെ തന്നിട്ടില്ലെങ്കിലും നമുക്കറിയാം സൈന് തന്നിട്ടില്ലെങ്കിൽ ഇത് പ്ലസ് ആയിരിക്കും. ദീദി ഡിഫറൻറ്റ് വന്നാൽ വലുതെന്ന് ചെറുത് കുറക്കൂലേ? നമ്മള് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ ചെയ്യാം? വലുതെന്ന് ചെറുത് കുറക്കും. 8ന്ന് 6 കുറച്ചാൽ എത്ര? 8ന്ന് 6 കുറച്ചാൽ 2. എന്നിട്ട് വലുതിന്റെ ചിഹ്നം എന്താ? മൈനസ്. കിട്ടുമല്ലോ. ഇനി രണ്ടാമത്തെ എന്താ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? -6 + 8. ദീദി ആണോ സാംസാമാണോ? ദീദി. ഡിഫറൻറ്റ് ആണ്, കാരണം ഇവിടെ മൈനസും ഇവിടെ പ്ലസും. ദീദി വന്നാൽ നമ്മൾ എന്താ ചെയ്യാ? വലുതെന്ന് ചെറുത് കുറക്കും. 8ന്ന് 6 കുറക്കും. 8ന്ന് 6 കുറക്കും. 8ന്ന് 6 കുറച്ചാൽ അത്രേ 2 അല്ലേ? 8ന്ന് 6 കുറച്ചാൽ അത്രേ 2 കിട്ടും. 8ന്ന് 6 കുറച്ചാൽ 2 കിട്ടും. എന്നിട്ട് വലുതിന്റെ ചിഹ്നം എന്താ? പ്ലസ് ആണ്, അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട. അപ്പൊ എന്താ ആൻസർ? 2. മൂന്നാമത്തെ എന്താ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? -6 - 8. -6 - 8. സാം വരുമ്പോ എന്താ ചെയ്യാ? പ്ലസ്. അപ്പൊ രണ്ടും പ്ലസ് ചെയ്യും. 8ഉം 6ഉം കൂട്ടിയാൽ 14. എന്നിട്ടാ മൈനസ് ഇട്ട് കൊടുക്കും. ഓക്കെ ആണല്ലോ? ഇത് സെറ്റ് ആണല്ലോ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങളെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളെല്ലാം അരച്ച് കലക്കി കുടിച്ചിട്ടാണ് എന്ത് ചെയ്യുള്ളൂ ഇവിടുന്ന് മാത്സിന്റെ ക്ലാസ് ഒന്ന് ഇനി അക്കാഡമിയിൽ വന്നിട്ട് എല്ലാവരും എന്ത് ചെയ്യും? അരച്ച് കലക്കി കുടിച്ചിട്ടേ പോവുള്ളൂ. നമുക്ക് വേറെ ഗൈഡും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ അക്കാഡമിന്റെ എല്ലാ ക്ലാസ്സും കേട്ടാൽ മാത്സിൽ നിങ്ങൾ ഇനി വേറെ ഒരു ക്ലാസ്സിന്റെയും ആവശ്യം നിങ്ങൾക്ക് വരില്ല. അത്രയും സിമ്പിൾ ആയിട്ടാണ് ഓരോ ചാപ്റ്റേഴ്സും നമ്മളിവിടെ ഷെഡ്യൂൾ ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരുപാട് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇതിൽ ഡിസ്കസ് ചെയ്യും. നോക്കുക, 2½ - 3½. നമുക്കറിയാം 2½ മുമ്പിൽ സൈൻ ഒന്നും കാണുന്നുണ്ടോ? സൈന് കാണുന്നില്ലെങ്കിൽ അത് പ്ലസ് ആയിരിക്കും, നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 2½ 2.5 3.5 കുറച്ചാത്രേ? 2.5 3.5 കുറക്കാൻ പറ്റില്ല. വലുതിന്ന് ചെറുത് കുറക്കണം. 3.5 2.5 കുറക്കുക. നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും? 3.5 2.5 കുറച്ചത്രേ? 1. എന്നിട്ട് വലുതിന്റെ ചിഹ്നം 3.5ന്റെ ചിഹ്നം എന്താ? മൈനസ്. അപ്പൊ എന്താ ആൻസർ? -1. ഇനി നോക്കുക, -2.5 + 3.5. ഡിഫറൻറ്റ് സൈനാ വന്നിങ്ങനെ. വ്യത്യസ്ത ചിഹ്നങ്ങൾ വരുമ്പോ നമ്മൾ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കും. നോക്ക്, 3.5 2.5 കുറച്ചാ 1. 3.5 2.5 കുറച്ചാ എന്താ? 1. 3.5ന്റെ ചിഹ്നം എന്താ? പ്ലസ്. അപ്പൊ എന്താ ആൻസർ? 1. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, -2.5 - 3.5. നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് എന്താണ്. രണ്ടും എന്താ വന്നിട്ടുള്ളത്? മൈനസാ വന്നിട്ടുള്ളത്. രണ്ടും എന്താ വന്നിട്ടുള്ളത്? മൈനസ്. രണ്ടും മൈനസ് വന്നാൽ നമ്മൾ എന്താ ചെയ്യാം? സാം പ്ലസ്. രണ്ടും ആഡ് ചെയ്യും. 2.5 3.5 ആഡ് ചെയ്താ 2 3 5, അരിയും 1. അപ്പൊ എത്ര? ടോട്ടൽ 6. എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ ചിഹ്നം മൈനസ് ഇട്ട് കൊടുക്കും. അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡിഫറൻറ്റ് സൈന് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കും. ഇനിയോ ഒരേ സൈന് വന്നാൽ രണ്ടും ആഡ് ചെയ്തിട്ട് ആ ചിഹ്നം ഇട്ട് കൊടുക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തൊരു സംഭവമാണ്. പ്ലസും മൈനസും അടുത്ത് വന്നാൽ എന്താണ്? x + -y = x - y. ഇവിടെ മാത്സിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? മാത്സിൽ നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ ഇവിടെ ഒരു 5 എഴുതി, അതുപോലെ ഒരു -5 എഴുതി. ഒന്ന് പോസിറ്റീവ് നമ്പറാണോ ഒന്ന് നെഗറ്റീവ് നമ്പറാണോ നിങ്ങൾക്ക് കണ്ടറിയാം. പക്ഷേ മാത്സിൽ പോസിറ്റീവ് നമ്പറാണോ നെഗറ്റീവ് നമ്പറിനാണോ വാല്യൂ കൂടുതൽ, അല്ലെങ്കിൽ ഒരു വില എന്നൊക്കെ പറയാം നമ്മൾ. നേർക്ക് ഒരു പവർ എന്ന് പറഞ്ഞാൽ മൈനസിനാണ്, നെഗറ്റീവ് നമ്പേഴ്സിനാണ്. കാരണം നമ്മൾ ഈ പോസിറ്റീവ് നമ്പറിന്റെ മുമ്പിൽ പ്ലസ് ഇട്ട് കൊടുക്കണോ? ഇല്ല. പക്ഷെ നമ്മൾ നെഗറ്റീവ് നമ്പർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എന്ത് ഇട്ട് കൊടുക്കും? മൈനസ് ഇട്ട് കൊടുക്കും. അതുകൊണ്ട് തന്നെ മാത്സിൽ നിങ്ങൾ എഴുതുമ്പോൾ പോസിറ്റീവിനേക്കാൾ സൂക്ഷിക്കേണ്ട ആളാരാ? നെഗറ്റീവാ. ആ മൈനസ് അവിടുന്ന് പോയാൽ തീർന്നു. അതുകൊണ്ടാണ് മാത്സിൽ എപ്പോഴും നെഗറ്റീവ് നമ്പേഴ്സിനാണ് എന്ത് പവർ കൂടുതൽ. അപ്പൊ അതന്നെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. നോക്ക്, ഇതാ ഇവിടെ കണ്ടോ, x + -y എന്നല്ലേ? അല്ലേ? ഇവിടെ നോക്കടാ, പ്ലസും മൈനസും അടുത്ത് വന്നാ ആർക്കാ പവർ? പ്ലസും മൈനസും അടുത്ത് വന്നാ യെസ് ആർക്കാ? നെഗറ്റീവ് നമ്പേഴ്സിനാണ് പവർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെങ്ങനെ ഇങ്ങോട്ട് കളയും, ഒഴിവാക്കുക. പ്ലസും മൈനസും അടുത്ത് വന്നാ പ്ലസിനെ നമ്മൾ മായ്ച്ചു കളയാ. എന്തെങ്കിലും വരിക? മൈൻഡ് ചെയ്യണ്ട, x - y. നോക്ക്, 2 + -3. കണ്ടോ? 2ക്ക് -3 ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 2ക്ക് -3 ആഡ് ചെയ്താൽ എന്താ കിട്ടുക? യെസ്, പ്ലസും മൈനസും അടുത്ത് വന്നു. പ്ലസിന് നമ്മൾ എന്ത് ചെയ്യും? പ്ലസിന് നമ്മൾ മൈൻഡ് ആക്കൂല. അപ്പൊ എന്തെങ്കിലും കിട്ടുക? 2 - 3 അല്ലേ? ഇനി നോക്കടാ, 2 - 3 പറഞ്ഞാൽ എന്താ? വലുതിന്ന് ചെറുത് കുറക്കുക. അപ്പൊ 3ന്ന് 2 കുറച്ചാൽ 1, എന്നിട്ട് വലുതിന്റെ ചിഹ്നം -1. നോക്ക്,
5 പ്ലസ് മൈനസ് 2 ഇതെന്തെങ്കിലും ആൻസർ വരിക 5 പ്ലസ് മൈനസ് 2 ആ അല്ലെ പ്ലസും മൈനസും അടുത്ത് വന്നാൽ നമ്മള് 5 മൈനസ് 2 ഈക്വൽ ടു എന്താ കിട്ടുക 3 ഓക്കെ ആണല്ലോ പ്ലസും മൈനസും അടുത്ത് വന്നാൽ ഇനി നിങ്ങൾ ആരും മൈൻഡ് ചെയ്യൂല നിങ്ങൾ മൈൻഡ് ചെയ്യൂല പ്ലസിനെ മൈൻഡ് ചെയ്യൂല നമ്മൾ ആരെ നോക്കുള്ളൂ മൈനസിനെ മാത്രം അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ നോക്കടാ എക്സ് 6 ആണ് y എന്താ -10 എക്സ് 6 y -10 അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്താണെന്നാ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക എക്സ് 6 അല്ലെ പ്ലസ് y -10 ഇത് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം ആൻസർ എന്താ പ്ലസ് മൈനസ് അടുത്തടുത്ത് വന്നാൽ നമ്മൾ പ്ലസിനെ മൈൻഡ് ചെയ്യൂല 6 - 10 അല്ലേ ഇതുള്ളൂ 6 - 10 അറിയുമ്പോൾ എത്രയും 6 10 കുറക്കാൻ പറ്റുമോ ഇല്ല അല്ലെ 6 വ്യത്യസ്ത ചിഹ്നങ്ങൾ വരികയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യാ 10 6 കുറക്കും 10 6 കുറച്ചാൽ 4 എന്നിട്ട് എന്ത് ചെയ്യും വലിയ നമ്പറിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കും അപ്പൊ ഇതിന്റെ ആൻസർ എന്താ -4 അങ്ങനെ അടുത്ത നമ്പർ നോക്കുക -6 + 10 എന്താണ് ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ വ്യത്യസ്ത ചിഹ്നങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പൊ വലുതിന്ന് ചെറുത് കുറക്കും 10 6 കുറച്ചപ്പോൾ എന്താ കിട്ടുക 4 എന്നിട്ട് 10ന്റെ ചിഹ്നല്ലേ വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക 4 പ്ലസ് ആണ് അടുത്തതോ -6 + -10 ഇങ്ങനെയല്ലേ ഇത് വരിക മൈനസ് വന്നുകൊണ്ട് സാറ് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താണ് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ -6 - 10 അല്ലേ കാരണം നമ്മൾ പ്ലസിനെ മൈൻഡ് ചെയ്യും അതായത് ഇവിടെ പ്ലസും മൈനസും അടുത്ത് വന്നുകൊണ്ട് നമ്മൾ പ്ലസിനെ മൈൻഡ് ചെയ്യൂല എന്ത് മാത്രമേ ഇടുള്ളൂ അപ്പൊ -6 - 10 ഒരേ ചിഹ്നം വന്നാൽ എന്താ ഉണ്ടാവുക രണ്ടും ആഡ് ചെയ്യുക ഒരേ ചിഹ്നം വന്നാൽ രണ്ടും ആഡ് ചെയ്യുക അപ്പൊ 10ഉം 6ഉം 16 എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക അപ്പൊ എത്ര ആൻസർ 16 സെയിം പ്ലസ് നമ്മൾ പഠിച്ചു സെയിം വരുമ്പോൾ പ്ലസ് ഇടുക എന്നിട്ട് ആ ചിഹ്നം ഇട്ട് കൊടുക്കുക ഇനി അടുത്തതോ -6 + 6 ഇവിടെ നോക്ക് രണ്ട് ഡിഫറെന്റ് സൈൻ വരുമ്പോ എന്താ വരിക എന്താ രണ്ട് ഡിഫറൻസ് ആണ് വലുതിന്ന് ചെറുത് കൊടുക്കുക 6 - 6 കുറച്ചാൽ അത്രേ 0 ആണല്ലോ 6 - 6 കുറച്ചാൽ അത്രേ 0 അല്ലെ നമുക്ക് നോക്ക് -5 + 5 ഒന്നും നോക്കല്ല 0 -4 + 4 ഒരു നമ്പറിന്റെ രണ്ട് സൈനുകൾ തമ്മിൽ അടുത്തടുത്ത് വന്നാൽ എന്തേക്കരം 0 ആയിരിക്കും അല്ലെ ഇനി മൈനസ് നമിക്കുട്ടി പ്ലസ് നമിക്കുട്ടി ചെയ്ത എന്തെങ്കിലും കിട്ടുക 0 അപ്പൊ അത് തന്നെയാണ് ഇവിടെ വരുന്ന നോക്ക് 6 ലാസ്റ്റ് ക്വസ്റ്റ്യൻ 6 + -6 എന്തെങ്കിലും പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ നമ്മൾ ആരെ മൈൻഡ് ചെയ്യൂല പ്ലസിനെ അപ്പൊ 6 - 6 = 0 ഓക്കെ ആണല്ലോ അപ്പൊ നമ്മളിവിടെ ഇതിന്റെ എല്ലാ ബേസിക് സംഭവങ്ങളും എന്ത് ചെയ്തു പഠിച്ചു ഒന്നും കൂടി സാറ് പറഞ്ഞുതരാം എന്താണ് നോക്കടാ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാല് -2 രണ്ടും ഒരേ സൈനുകൾ വന്നാൽ ആഡ് ചെയ്യും എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക ഇനി രണ്ട് ഡിഫറെന്റ് സൈനുകൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും വലുതിന്ന് ചെറുത് കുറച്ചിട്ട് 3ന്ന് 2 കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കും ഇനിയോ രണ്ട് ഡിഫറെന്റ് സൈനുകൾ വന്നാൽ വലുതിന്ന് ചെറുത് കുറക്കും നേരത്തെ പോലെ തന്നെ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കും ഇനി രണ്ടും ഡിഫറെന്റ് സൈനും ഒരേ നമ്പർ വരികയാണെങ്കിൽ 0 ആയിരിക്കും മാത്രല്ല -2 + -6 ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ -2 + -1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല പ്ലസിനെ മൈൻഡ് ചെയ്യൂല പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ നിങ്ങൾ എന്ത് ഇടേണ്ട ആവശ്യമില്ല പ്ലസ് ഇടേണ്ട ആവശ്യമില്ല രണ്ടും ആഡ് ചെയ്യുക -3 ഓക്കെ ആണല്ലോ ഇതാണ് ഇതിലെ ബേസിക് കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഇതിന്റെ എന്ത് ചെയ്തു ഏകദേശം ഹാഫോളം കാര്യങ്ങൾ പഠിച്ചു ഇനി ഇവിടെ നോക്കടാ ഫൈൻഡ് x and y അല്ലെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും x and y നോക്ക് എക്സിനും വൈക്കും വാല്യൂ കൊടുക്കുക എന്നാണ് പറഞ്ഞത് എക്സിനും വൈക്കും വാല്യൂ കൊടുക്കുക ഇവിടെ നോക്കിയാൽ അറിയാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് എക്സ് ഒരു അതിസംഖ്യ ആവണം വൈ ഒരു ന്യൂനസംഖ്യ ആവണം ഞാൻ എക്സിന് ഏതെങ്കിലും ഒരു പോസിറ്റീവ് നമ്പർ 10 എടുത്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിലേക്ക് എന്ത് കൂട്ടിയാലാണ് കാരണം നമുക്കറിയാം ഇവിടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ x + y = 1 ആണ് x + y = 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം അതിലേക്ക് എന്ത് ആഡ് ചെയ്താലാണ് 1 കിട്ടുക എന്നുള്ളത് നോക്കണം ഇതിലേക്ക് എന്ത് ആഡ് ചെയ്താലാണ് 1 കിട്ടുക എന്നുള്ളത് നോക്കണം അപ്പൊ ഞാൻ എക്സിന് 10 കൊടുത്തു എക്സിന് ഞാനൊരു പോസിറ്റീവ് നമ്പർ അല്ലെ നമ്മളോട് ഇവിടെ പറഞ്ഞാണ് എക്സ് പോസിറ്റീവ് ആണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എക്സിന് ഞാൻ 10 കൊടുത്താൽ വൈക്ക് ഏത് വാല്യൂ കൊടുക്കും നോക്കടാ വൈക്ക് ഏത് വാല്യൂ വൈ നെഗറ്റീവ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ പ്ലസ് ആദ്യം ഇട്ടു എന്നിട്ട് വൈ നെഗറ്റീവ് വരണമെന്നുണ്ടെങ്കിൽ
-9 കൊടുത്താലല്ലേ ഇവിടെ 10 അല്ലേ? അപ്പൊ 10 - 9 = 1. അതായത് ഇത് പോസിറ്റീവ് എടുക്കുമ്പോൾ ഇതിൽ നിന്ന് 1 കുറച്ചിട്ടുള്ള മൈനസ് എടുക്കേണ്ടി വരും. അതായത് ഇത് 5 എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? y -4 എടുക്കേണ്ടി വരും. അപ്പോഴാണ് 5 - 4 1 കിട്ടുക. നോക്കടാ, ഇത് 100 എടുക്കുമ്പോൾ ഇത് -99 എടുക്കേണ്ടി വരും. അപ്പോഴാണ് 1 കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് എക്സ് പോസിറ്റീവ് എടുക്കുമ്പോൾ ഞാൻ ഇവിടെ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അവിടെ ഫസ്റ്റ് സാറ് എക്സ് 10 എടുത്തു, അപ്പൊ y എന്താ എടുത്തത്? -9. ഇനി ഇവിടെ സെക്കൻഡ് സാറ് എക്സ് 5 എടുത്തു, അപ്പൊ y എന്താ എടുക്കേണ്ടി? -4. ഇനി തേർഡ് സാറ് എക്സ് 100 എടുത്തു, y എന്താ? -99. ഓക്കെ ആണല്ലോ? ഈ സംഭവം ഓക്കെ ആണല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, നേരെ തിരിച്ച് ഉൾട്ടയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? എക്സ് നെഗറ്റീവ് എടുക്കണം, y പോസിറ്റീവ് എടുക്കണം. എക്സ് നെഗറ്റീവ് എടുക്കുമ്പോൾ നോക്കുക, എക്സ് നെഗറ്റീവ് എടുത്തു നോക്കുക. നമുക്ക് ഇവിടെ എക്സ് നെഗറ്റീവ് എടുക്കുമ്പോൾ y പോസിറ്റീവും എടുക്കണം. അതായത് എക്സ് ഒരു ന്യൂനസംഖ്യ, y അതിസംഖ്യ. അപ്പൊ നമുക്ക് നോക്കുക, ഇതേപോലെ തന്നെ x+1 = x+y = 1 ആണ്. അപ്പൊ എക്സ് ഒരു നെഗറ്റീവ് സംഖ്യ എടുത്താൽ ഞാനൊരു -10 എടുത്തു, ഇതൊരു നെഗറ്റീവ് ആണല്ലോ. പ്ലസ് ഇതിലേക്ക് എന്ത് കൂട്ടിയാലും എനിക്ക് 1 കിട്ടുക? 1 കിട്ടണമെങ്കിൽ എപ്പോഴും ഇതിനേക്കാൾ കൂടുതൽ കൂട്ടണം. കാരണം വലുതിന്ന് ചെറുത് കുറക്കുമ്പോൾ നമുക്ക് 1 കിട്ടണം. അപ്പൊ ഇതിന്ന് വലുതിന്ന് ചെറുത് കുറക്കുക എന്ന് പറഞ്ഞാൽ 11 എഴുതിയാൽ പോരെ? അപ്പൊ 11 10 കുറച്ചാൽ 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് നമ്പർ എടുക്കാം? ഇനി -20 എടുത്താൽ ഇവിടെ എന്തെടുക്കേണ്ടി വരും? 21. അപ്പൊ സാർ ഇവിടെ എഴുതുന്നുണ്ട് എക്സ്, നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം. എക്സ് ഇവിടെ -10 എടുത്താൽ y നമ്മൾ എന്തെടുക്കും? 11 എടുക്കും. കാരണം എക്സ് നെഗറ്റീവും y 11 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയോ എക്സ് ഇവിടെ -20 എടുത്താൽ y എന്തെടുക്കും? അതിനേക്കാൾ 1 കൂട്ടിയതെടുക്കും. ഇനി നമ്മൾ എക്സ് ഇവിടെ -5 എടുത്താൽ y എന്തെടുക്കും? 6 എടുക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ എഴുതുക. ഓക്കെ, അപ്പൊ ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാൻ പറ്റും. സാർ ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഒന്ന് എഴുതി തരാം. ഓക്കെ, നമ്മള് ഈ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എക്സ് എന്തെടുക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എക്സ് നമ്മള് പോസിറ്റീവ് എടുക്കേണ്ടി. 10 എടുത്താൽ y എന്ന് പറഞ്ഞാൽ -9. ഇപ്പോഴാണ് ഇതിൽ നിന്ന് എന്ത് കിട്ടുക? ഇനി എക്സ് 20 എടുത്താൽ y എന്താ കിട്ടുക? -19 എടുക്കേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 1 കിട്ടുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നേരെ ഉൾട്ടയാണ്. അതായത് എക്സ് നിങ്ങൾ നെഗറ്റീവ് എടുക്കണം. അപ്പോൾ എക്സ് നമ്മൾ -10 എടുത്താൽ y എന്ത് കിട്ടണം? എന്താ കണ്ടോ? എക്സ് -10 എടുത്താൽ y അതിനേക്കാൾ 1 കൂട്ടിയത്. ഇനി എക്സ് നമ്മൾ -20 എടുത്താൽ y നമുക്ക് 21 കിട്ടണം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കടാ. എക്സ് ഒരു അതിസംഖ്യയാണ്, y ഒരു ന്യൂനസംഖ്യയാണ്. x+1 = -1 കിട്ടണം. എക്സും വൈയും കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? -1. അപ്പൊ എക്സ് പോസിറ്റീവ് ആണ്. ഞാൻ ഇതിക്ക് 10 എടുത്തു. ഇനി ഇതിക്ക് എന്ത് കൂട്ടിയാലാണ് -1 കിട്ടുക? അപ്പൊ ഞാൻ ഇതിക്ക് എന്ത് കൂട്ടിയാലും -1, ഇതിനേക്കാൾ 1 കൂട്ടിയാൽ ഇപ്പൊ എത്ര? 10 - 11 -1. കണ്ടോ? അപ്പൊ എക്സ് സാറ് 10 എടുത്തപ്പോ y എന്താ എടുത്തത്? -11. അപ്പൊ 10 -11 കുറച്ചാൽ 10 -11 കുറച്ചാൽ എന്താ കിട്ടുക? 11 10 കുറക്കുക, എന്നിട്ട് വലിയ നമ്പറിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പൊ -1 നോക്ക്. അപ്പൊ 20 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് 21 -21 എടുക്കേണ്ടി വരും y. അപ്പൊ എന്തെങ്കിലും കിട്ടുക? 20 - 21 -1 അല്ലെ? എക്സ് നമ്മൾ 20 എടുത്താൽ y -21. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ എഴുതി വെച്ചാൽ മതി. ഏതെങ്കിലും നമ്പർ, ഒരുപാട് നമ്പേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും, ഏതെങ്കിലും ഒന്ന്. ഇനി നോക്കണം നേരെ തിരിച്ച്, എക്സ് ഒരു ന്യൂനസംഖ്യ, എക്സ് ഒരു -10 എടുത്തു. അപ്പൊ y ഒരു അതിസംഖ്യ ആവണം, y ഒരു പോസിറ്റീവ് നമ്പർ ആവണം. അങ്ങനെയാണെങ്കിലോ എപ്പോഴും -1 കിട്ടുക. അപ്പൊ y ഇതിനേക്കാൾ 1 കുറച്ചത് എടുത്താൽ മതി. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? -1. ഇനി നോക്ക്, -20 + 19 ചെയ്താലും നമുക്ക് എന്താ കിട്ടുക? -1. അതായത് എക്സ് നമ്മൾ എന്തെടുത്തു? എക്സ് നമ്മൾ -10 എടുത്തപ്പോ y നമുക്ക് എന്താ കിട്ടി? 9 ആണ് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് -20 എടുത്തപ്പോ y നമുക്ക് എന്താ കിട്ടി? 19 ആണ് കിട്ടി. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഏത് വാല്യൂ ആണോ കൊടുത്തത് അത്. നമ്മൾ ഇതിന്റെയൊക്കെ ബേസ് എന്താണോ വെച്ചാല് ഏതൊക്കെ വാല്യൂ കൊടുത്താൽ എങ്ങനെയൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും അല്ലെ? രണ്ട് ഡിഫറെന്റ് സൈന്, വ്യത്യസ്ത ചിഹ്നങ്ങൾ വരുമ്പോൾ വലുതിന്ന് ചെറുത് കുറക്കുക എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കണ്ട ക്വസ്റ്റ്യൻസ് ഫുള്ള് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ടെക്സ്റ്റിൽ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ചെയ്തു നോക്കാം. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം?
ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതി നോക്കണം. ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. നോക്കാം, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്താലും, അതായത് ഇങ്ങനെ ചെയ്താലും ഒന്ന് തന്നെയാണ് നമുക്ക് കിട്ടുക. ഒന്ന് നോക്കി നോക്കുക. ഇപ്പൊ ഇവിടെ നോക്കുക, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കി നോക്കുക. 2 4 -5. അപ്പൊ എന്താണ്, ആദ്യം 2ഉം 4ഉം ആഡ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2 4 ആഡ് ചെയ്യുക പ്ലസ് -5. 2 4 ആഡ് ചെയ്ത് എന്താ കിട്ടുക, 2 + 4 6 പ്ലസ് -5. നമുക്കറിയാം പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ പ്ലസിനെ മൈൻഡ് ചെയ്യേണ്ട. 6 - 5 = 1. ഇപ്പൊ ഇവിടെ എത്ര കിട്ടിയേ, 1. ഇനി ഈ 1 തന്നെയാണ് അപ്പുറത്ത് കിട്ടുന്നത്. നമുക്ക് നോക്കാം. ആദ്യം നമ്മളോട് എക്സ് എഴുതാനാ പറഞ്ഞ, x2 എഴുതി അല്ലെ, x2 എഴുതി പ്ലസ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ y + 5 4 + -5. അപ്പൊ എന്തേക്കരം 2 പ്ലസ് ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. 2 + -5. നമുക്കറിയാം പ്ലസും മൈനസും അടുത്ത് വന്നാൽ ആരെ മാത്രം ഇട്ടാൽ മതി, മൈനസ് ഇട്ടാൽ മതി. അപ്പൊ 4ന്ന് -5 കുറച്ചാൽ എന്താ കിട്ടുക, 2 + 4ന്ന് -5 കുറച്ചാൽ -1. എന്തുകൊണ്ടാ, വലുതിന്ന് ചെറുത് കുറക്കുക. 5ന്ന് 4 കുറച്ചാൽ 1 ആണ്. എന്നിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുത്തു. 2 + -1 പറഞ്ഞാൽ പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ മൈനസ് മാത്രം ഇട്ടാൽ മതി. അപ്പൊ ആൻസർ എത്രയാണ്, 1. ഇത് രണ്ട് ചെയ്താലും ഒരേപോലെയാണ് നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഇതാ 2 ആണ്. 2 + -4 ആണ് അല്ലെ. 2 + -4 + 5. ഇത് ചെയ്താൽ എന്താ കിട്ടുക നോക്കുക. 2 + -4 പ്ലസും മൈനസും അടുത്ത് വന്നാൽ നമ്മൾ മൈനസ് മാത്രമേ ഇടുള്ളൂ. +5. 2ന്ന് -4 കുറക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ 4ന്ന് 2 കുറക്കുക. അപ്പൊ എത്ര കിട്ടുക, 4ന്ന് 2 കുറക്കുമ്പോൾ -2 + 5. രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാൽ എന്താ ചെയ്യാ, വലുതിന്ന് ചെറുത് കുറക്കും. 5ന്ന് 2 കുറച്ചാൽ എത്ര, 3 ആണ് അല്ലെ. 5ന്ന് 2 കുറച്ചാൽ 3. എന്നിട്ട് 3ക്ക് വലിയ സൈൻ ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടും, വലിയ സൈൻ ഇട്ടാൽ നമുക്ക് 3 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. അപ്പൊ ഇവിടെ 3 കിട്ടി, ഓട്ടോമാറ്റിക്കലി അപ്പുറത്തും 3 ആയിരിക്കും. ഇനിയോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. -2 + 4 ബ്രാക്കറ്റിന്റെ പുറത്ത് എന്താണോ വരുന്നത്, -5 ആണ്. അപ്പൊ എന്തെങ്കിലും കിട്ടുന്നുണ്ടാവുക, യെസ്, മൈനസും പ്ലസും അടുത്തടുത്ത് വന്നാൽ വലുതിന്ന് ചെറുത് കുറക്കുക. 4ന്ന് 2 കുറച്ചാൽ എത്രേ, 2. എന്നിട്ട് വലുതിന്റെ ചിഹ്നം പ്ലസ് ആണ്, -5. ഇപ്പോഴും നോക്കടാ, രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. അപ്പൊ 5ന്ന് 2 കുറക്കുക, അപ്പൊ 3. എന്നിട്ട് ആ മൈനസ് ഇട്ട് കൊടുക്കുക. ഇവിടെയും -3 ആവും, ഇവിടെയും -3. ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇവിടെ നോക്കടാ, -2 + 4 സാറ് ഇതും ലാസ്റ്റ് രണ്ടെണ്ണമാണ് സാറ് ചെയ്യുന്നത്. -2 + -4 + 5 ചെയ്താൽ എന്താ കിട്ടുക എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, -2 + 4 മൈനസും പ്ലസും അടുത്ത് നിന്നാൽ നമ്മൾ മൈനസിനെ മാത്രമേ മൈൻഡ് ചെയ്യുള്ളൂ എന്ന് നമുക്കറിയാം. -2 -4 സാം പ്ലസ്, സെയിം വരുമ്പോ പ്ലസ് ആണ് നമുക്കറിയാം. -2 -4 ചെയ്ത് എന്താ കിട്ടുക, -6 + 5. അപ്പൊ എന്തെങ്കിലും കിട്ടുക, -6 + 5 വലുതിന്ന് ചെറുത് കുറക്കുക. 6ന്ന് 5 കുറക്കുക, 1. എന്നിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക, -1. ഇവിടെ -1 കിട്ടിയോണ്ട് ഇവിടെ ഓട്ടോമാറ്റിക് -1. ഇതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ, -2 + -4 ഇനി +-5. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യാം. പ്ലസും മൈനസും അടുത്തടുത്ത് വരുന്നുണ്ടെങ്കിൽ എഴുതണ്ട. ഇല്ല, ഇവിടെ പ്ലസും മൈനസും, -4 കണ്ടോ, -5 ആണല്ലോ. എല്ലാതും മൈനസ്, സെയിം വന്നാൽ പ്ലസ് ആണ് നമുക്കറിയാം. എന്ത് ചെയ്യാ, 3 കൂട്ടുക, 2 4 5. 2ഉം 4ഉം 5ഉം കൂട്ടുക, 2 4 6ഉം 5ഉം 11. എന്നിട്ട് മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ ആണോ, യെസ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചെയ്യാനുള്ളത്. സാം പ്ലസ് അല്ലെ, ദീദി മൈനസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. എല്ലാരും ഇത് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ. ഈ വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൽ നിങ്ങൾ ക്ലിയർ ആവും. ഓക്കെ ആണല്ലോ. ഇനി നമ്മള് ഡിസ്പ്ലേസ്മെന്റ് നോക്കുകയാണ്. ഇതിലൊരു സെഷൻ ആണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ്. എന്താ ഡിസ്പ്ലേസ്മെന്റ് ഒന്നുള്ളൂ. നോക്കടാ, ഇവിടെ സാറ് ഇതിന്റെ ഒറിജിൻ നേരത്തെ നമ്മൾ കണ്ടു. ഈ നമ്പർ ലൈനിന്റെ ഒറിജിൻ ആണ് ഇവിടെ കിടക്കുന്നത്. ഇതിന്ന് നമുക്കറിയാം 1ന്ന് അല്ലെങ്കിൽ 0ന്ന് 4ലേക്ക് എത്ര ദൂരമുണ്ട്, എത്ര സ്ഥാനാന്തരം ഉണ്ട്. 0ന്ന് 4ലേക്ക് എത്ര ദൂരം ഉണ്ട് എന്ന് അറിയണമെങ്കിൽ 4ന്ന് 0 കുറച്ച് നോക്കിയാൽ പോരെ. 4 അല്ലേ, 4ന്ന് 0 കുറച്ച് നോക്കിയാൽ പോരെ, മതി.
അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം എത്ര പ്രാവശ്യം ചാടുന്നുണ്ട് നോക്കിയാൽ മതി. 1 2 3 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറ, 0 1 എത്ര ദൂരമുണ്ട്? സോറി, 0 1 1 അല്ലെ, നമുക്കറിയാം എത്ര ചാട്ടം. എന്താ 1 to 5 എത്ര ദൂരമുണ്ട്? ഇവിടെ നമുക്കൊന്ന് ചാടി വെക്കാം. 1 5 അപ്പൊ 1 2 3 4. എത്രയാണ് ആൻസർ വരിക? 4. പക്ഷെ നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോ എന്താ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്ക്, -1 5 എത്ര ദൂരമുണ്ട്? ഒന്ന് ചാടി നോക്കാം അല്ലെ. -1 എവിടെ? ഇവിടെയാണ് -1, ഇവിടെയാണ് 5. ഇതിൽ നിന്നൊന്ന് ചാടി നോക്കാം. 1 2 3 4 5 6. എത്ര കിട്ടുന്നത്? 6. ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടുക എന്നാണ് നോക്കുന്നത്. നോക്കാം, 5 എന്ത് കുറച്ച് നോക്കിയാൽ മതി? -1 കുറച്ച് നോക്കിയാൽ നമുക്ക് 6 കിട്ടും. എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇത് എവിടെ നോക്കടാ, നേരത്തെ പോലെ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്. രണ്ട് മൈനസുകൾ അടുത്തടുത്ത് വന്നാൽ എന്താ കിട്ടുക? രണ്ട് മൈനസുകൾ അടുത്തടുത്ത് വന്നാൽ പ്ലസ് ആവും. മൈനസ് അടുത്തടുത്ത് വന്നാൽ പ്ലസ് ആവും. അപ്പൊ നോക്ക്, 2 മൈനസ് 3 ചെയ്താൽ എന്താ കിട്ടുക അല്ലെ? 2 + 3 = 5. രണ്ട് മൈനസുകൾ അടുത്തടുത്ത് വന്നാൽ പ്ലസ് ആണ്. അതായത് 2 - 6 എന്ന് പറഞ്ഞാൽ 2 + 6 ആണ് 5. നേരത്തെ പോലെ നമ്മൾ പറയാം 1 - -5 പറഞ്ഞാൽ എന്താ? 1 + 6 ആണ് അല്ലെ, സോറി 1 + 5 ആണ്, എന്താണ് 6 ആണ്. രണ്ട് മൈനസുകൾ അടുത്തടുത്ത് വന്നാൽ ഇനി ഒന്നും നോക്കണ്ട, എന്തെങ്കിലും പ്ലസ് ചെയ്യുക, ആൻസർ ചെയ്യുക. നോക്കടാ, ഇനി അതുപോലെ തന്നെ രണ്ട് മൈനസുകൾ അടുത്തടുത്ത് വന്നാൽ പ്ലസ് ആണ്, നിങ്ങൾക്ക് അറിയാം. ഇവിടെ നോക്ക്, രണ്ട് മൈനസുകൾ അടുത്തടുത്ത് വന്നാൽ ഇവിടെ കണ്ടോ, -2 - 2 എന്താ കിട്ടുക? 2. ഇനി നോക്ക്, 0 -2 കുറച്ചാൽ എന്താ കിട്ടുക എന്നാണ് ചോദിച്ചത്. 0 മൈനസ് വന്നാൽ 0 + 2 = 2. ഓക്കെ ആണല്ലോ. ഇനി നോക്ക്, -5 എന്താ? +5 ആണ്. ഇനി -3 എന്താ കിട്ടുക? 3 ആണ്. 0 - -3 എന്താ കിട്ടുക? 3 ആണ്. അപ്പൊ നിങ്ങൾ 0 -3 കുറച്ചാലും 3 ആണ്. -3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. ഓക്കെ, അപ്പൊ വീണ്ടും നമ്മൾ സാംസാമിന്റെ കാര്യം ഒന്നും കൂടി സാറ് പറയാണ്. ഇതേ നീ പഠിക്കാനുള്ളൂ, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നോക്ക്, 2 - -5 പറഞ്ഞാൽ എന്താ? അതുപോലെ -2 - -5 പറഞ്ഞാൽ എന്താ? അതുപോലെ 2 - 5 എന്ന് പറഞ്ഞാൽ എന്താ? അതുപോലെ -2 + 5 പറഞ്ഞാൽ എന്താ? ഈ കാര്യം. അതുപോലെ -2 + -5 പറഞ്ഞാൽ എന്താ? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ളൂ. പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതൊന്ന് നോക്കിയാലോ. ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും. നോക്ക്, 2 - എന്ന് പറഞ്ഞാൽ 2+ അല്ലേ? രണ്ട് മൈനസുകൾ ഇങ്ങനെ അടുത്തടുത്ത് വന്നാൽ പ്ലസ്. ഓക്കെ ആണല്ലോ. അപ്പൊ 7. ഇനി -2 - രണ്ട് മൈനസുകൾ അടുത്ത് വന്നാൽ പ്ലസ്. ഇപ്പൊ നോക്ക്, ഇത് മാറി, ചേഞ്ച് ആയി, രണ്ട് ഡിഫറെന്റ് ചൈനകളായി അല്ലെ. -2 + 5 -2 + 5. അപ്പൊ നമ്മൾ വലുതിന്ന് ചെറുത് കുറക്കുക. 5ന്ന് 2 കുറച്ചാൽ 3, എന്നിട്ട് വലുതിന് ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്ക്, 2 - 5 രണ്ട് ഡിഫറെന്റ് സൈനുകളാണ്. വലുതിന്ന് ചെറുത് കുറക്കുക, 3, എന്നിട്ട് വലുതിന് ചിഹ്നം ഇട്ട് കൊടുക്കുക. ഇതോ -2 + 5 നേരത്തെ പോലെ വലുതിന് ചെറുത് കുറക്കുക, എന്നിട്ട് വലുതിന്റെ ചിഹ്നം. നമുക്കറിയാം വലുതിന്റെ ചിഹ്നം പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ടതില്ല. ഓക്കെ, ഇനി -2 + -5 നോക്കടാ, ഇവിടെ പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാ നമ്മൾ ആരിട്ട് കൊടുക്കില്ല. യെസ്, -2 - 5 ആണ് ഇതേ ഇത് അല്ലെ. പ്ലസിന് നമ്മൾ ഇടൂല. ഇപ്പൊ രണ്ടും ഒരേ സൈൻ ആണല്ലോ ഇപ്പൊ ആയത്. ഒരേ സൈൻ ആകുമ്പോൾ നമ്മൾ കൂട്ടും. ഒരേ സാംസാം പ്ലസ് അല്ലെ. അപ്പൊ രണ്ടും കൂട്ടും, 2ഉം 5ഉം കൂട്ടിയാൽ 7. അപ്പൊ ഇത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സാറിന് കമന്റിൽ എന്ത് ചെയ്യണം? ഒരു ഹാർട്ടിന്റെ സൈന് എല്ലാവരും ഇട്ടുതരണം. ഓക്കെ, താങ്ക് യു.